ലൂസി കളപ്പുരയുടെ പുസ്തകം കണ്ടുകെട്ടാനുള്ള ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് ക്രിസ്ത്യൻ അസോസിയേഷനായ കാസ. പുസ്തകം ഇറങ്ങിയതു മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇടവകകളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയിരുന്നു. പ്രതിഷേധ സൂചകമായി പുസ്തകം കത്തിക്കാൻ ഒരുമിച്ചുകൂടി യുവാക്കളെ പോലീസ് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും കാസ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അശ്ലീലതയും ദുരാരോപണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൂസി കളപ്പുരയുടെ പേരിൽ MK രാമദാസ് എഴുതി കർമ്മ ന്യൂസ് റിവ്യൂ ഇറക്കി DC ബുക്സ് പ്രകാശനം ചെയ്ത കർത്താവിന്റെ നാമത്തിൽ എന്ന പുസ്തകം കണ്ടുകെട്ടാനുള്ള നടപടി സ്വീകരിക്കാൻ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രത്യാശ നൽകുന്നതും സ്വാഗതാർഹവുമാണെന്ന് കാസ വ്യക്തമാക്കി. സഭാവിരോധികൾക്കൊപ്പം ചേർന്ന് സഭയെ അപമാനിക്കാൻ ഇറങ്ങിത്തിരിച്ച ലൂസി കളപ്പുരയുടെ ഈ പുസ്തകം വകുപ്പ് 95 പ്രകാരം കണ്ടുകെട്ടാനും ഉള്ളടക്കത്തിലെ പല ഭാഗങ്ങളും അപകീർത്തിപരവും മാനഹാനി ഉളവാക്കുന്നതുമായതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B, 153A, 153B, 292, 293, 295A, 499, 500 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. ഹർജിക്കാരായ മൗണ്ട് കാർമൽ ജനറേറ്റിലെ സിസ്റ്റർ മരിയ ആന്റോ CMC, സിസ്റ്റർ സാലി പോൾ CMC, സിസ്റ്റർ സോഫി CMC, സിസ്റ്റർ ജാൻസീന CMC എന്നിവർ ആലുവ പോലീസ് സ്റ്റേഷനിലും പരാതി സമർപ്പിച്ചെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ഇതിനെതിരെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ധീരമായി ഈ കേസുമായി മുന്നോട്ടു പോയ ഹർജിക്കാരും കേസ് വാദിച്ച റിട്ടയർഡ് ജഡ്ജ് അഗസ്റ്റിൻ കണിയാമറ്റം, അഡ്വക്കേറ്റ് സിസ്റ്റർ ലിനറ്റ് ചെറിയാൻ എന്നിവരും കേരള സഭ മുഴുവന്റെയും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും കാസ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി.